ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. ഉണ്ണി 12-ാം തീയതി നമ്മളെ കുടുംബസംഗമമാണ്, എത്തുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ കുടുംബസമേതം എത്തും. ഷമീർ ഉണ്ടാവത്തില്ലേ? ഉണ്ട്, കുടുംബസമേതം ഉണ്ട്. നമുക്ക് എല്ലാവരും ഇത് അടിച്ചു പൊളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ പറഞ്ഞ കണക്ക് 3ാമത്തെ കുടുംബസംഗമം. അതെ, ജനുവരി 12 നടക്കുന്ന നമ്മുടെ 3ാം കുടുംബസംഗമം. ഞാനും കുടുംബവും ഉണ്ടാവും. 1987 നമ്മുടെ SSLC എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് SSC ബാച്ചിൻ്റെ ഒരു സമാഗമമാണ്. അതിനെക്കുറിച്ച് നിരവധി തവണ ആലോചനകൾ നടത്തി, 2-3 തവണ പരിപാടികൾ നടത്തി. അപ്പോൾ അത് വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു SSC ബുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം മനസ്സിലാകും. മറ്റുള്ളവരുടെ മറ്റു വർഷങ്ങളിൽ പഠിച്ചവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വിശാലമായ SSLC ബുക്ക് തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മുടെ അഡ്മിന്മാർ ആ വിശാലമായ ചിന്താഗതിയോടുകൂടി തന്നെ നമ്മളെ ഏവരെയും ഒത്തുകൂട്ടുന്നതിനും അവരെ സംഘടിപ്പിക്കുന്നതിനും കുടുംബാംഗങ്ങളുമായിട്ടും മറ്റ് തമ്മിലെല്ലാവരുമായിട്ടും തന്നെ വളരെ വികസിതമായ രീതിയിൽ ചർച്ചകൾ നടത്തുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ടാക്കി. വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, 87 നമ്മുടെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിൽ നിന്നും ഇപ്പോൾ വീണ്ടും വളരെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒത്തുകൂടി എല്ലാവരും കൂടെ വീണ്ടും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടും സംവദിക്കുന്നതിനും ആ സ്നേഹങ്ങൾ പങ്കുവയ്ക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു. ആ ഒരു കുടുംബ സംഗമത്തിൽ ജനുവരി 12-ാം തീയതി നടക്കുന്ന ആരവം 2025 ഞാനുണ്ടാകും. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ